ഹേയ് ഹലോ വെൽക്കം ടു മിസ്റ്റിക് ലവ് മായ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ റീഡിംഗ് ആണ്. സോ സ്പെഷ്യൽ റീഡിംഗ് ഈസ് ബേസിക്കലി നമ്മളുടെ സോൾമേറ്റ് എന്താണ്, നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ, നിങ്ങളുടെ സോൾമേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3, നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പൈൽ ചൂസ് ചെയ്യാം. ആൻഡ് വി ഷാൽ ഗെറ്റ് ഇൻ ടു ദ റീഡിംഗ്. So for people who have chosen pile number 1, സോ നിങ്ങളിൽ പലരും ഇപ്പോൾ കറൻ്റ്ലി നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരായിരിക്കാം. നിങ്ങളുടെ സോൾമേറ്റുമായിട്ട് നിങ്ങളിപ്പം മേ ബി സംസാരിക്കുന്നുണ്ടാവില്ലായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈറ്റ്സ് നിങ്ങളുടെ തമ്മിൽ നടന്നിട്ടുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മൊമെൻറ്റ് ആയിരിക്കാൻ, അല്ലെങ്കിൽ നോൺ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. So before now let's get into the reading. എന്താണ് നമ്മളുടെ റീഡിങ്ങിൽ കാണുന്നത് നോക്കാം. So the first card is 6 of Swords card, which means that നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഡിസ്റ്റൻസിലാണ് ഈ ഒരു പേഴ്സണുമായിട്ട്. ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, സംസാരിക്കണം, കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണം, എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊന്ന് കറക്റ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ദാറ്റ്സ് നോട്ട് ഹാപ്പനിങ്. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഇപ്പം ഈ ഒരു പേഴ്സണായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇസ് സ്ട്രഗിളിങ്. ഇത് നിങ്ങൾ ഡിസ്റ്റൻസിലായിരിക്കാം. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല, കാണാത്ത ഒരു ഡിസ്റ്റൻസിൽ ആയിരിക്കാം ഈ ഒരു പേഴ്സണായിട്ട് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. The next card is the Magician card, which means that ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. പല കാര്യങ്ങളും മാനിപ്പുലേറ്റഡ് ആണ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതായത് ചിലപ്പം ഈ ഒരു പേഴ്സൺ അറ്റ് ദ സെയിം ടൈം വേറൊരാളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ടാവാം. അങ്ങനെയൊക്കെയുള്ളൊരു അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഒരു ഡൗട്ട്ഫുൾ ഒക്കെ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാൻ ചാൻസസ് ഉണ്ട് എന്നാണ് ദ മജിഷ്യൻ കാർഡ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡിൽ. നെക്സ്റ്റ് ഐ സീ ദ സ്ട്രെങ്ത് കാർഡ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്ട്രെങ്ത് ഉള്ള പേഴ്സണായിട്ടാണ് കാണുന്നത്. അതായത് ചിലപ്പം നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ആ ഒരു പേഴ്സണേക്കാട്ടിലും ഒരുപാട് മുന്നിൽ നിൽക്കുന്ന പോലെ നിങ്ങളെ തോന്നാം. അത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങൾ കമ്പാരിസൺ വരുമ്പം ആ ഒരു പേഴ്സൺ ഒരുപാട് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം എന്നുള്ളതും കൂടിയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി തിങ്ക് ചെയ്യുന്നുണ്ടാവാം. സോ നിങ്ങളുടെ സോൾമേറ്റ് ആണോ നിങ്ങളുടെ കൂടെ ഉള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ, ഐ വുഡ് സേ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ സോൾമേറ്റ് ആകാനുള്ള ചാൻസസ് ഇല്ല. പകരം നിങ്ങൾക്കൊരു പുതിയ റിലേഷൻഷിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങളെ കിങ് ഓഫ് പാൻറ്റിക്കിൾസ്, ഹൈലി സെറ്റിൽഡ് ആയിട്ടുള്ള ആൻഡ് ഹൈലി ഏർണിംഗ് ആയിട്ടുള്ള, ഒരുപാട് കോൺവെർസേഷൻ ചെയ്യാൻ താല്പര്യമുള്ള, ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ള, ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള, ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു മെയിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ട് വരുന്നത് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഐ സീ ദ ഫൂൾ കാർഡ്. എഗെയിൻ ഒരു ന്യൂ പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസസ്. നിങ്ങളുടെ പാസ്റ്റ് ബാഗേജസ് നിങ്ങൾ കളഞ്ഞിട്ട് നിങ്ങളുടെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ മറന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ ചാൻസസ് എന്നാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഐ സീ ഗ്രോത്ത് വിത്ത് 7 of Pentacles. പതുക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേബിളായി നിങ്ങൾക്ക് ഒരു പേഴ്സണുമായിട്ട് കണക്ഷൻ വരാനും അത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആകാനും ഉള്ള ചാൻസസ് ആണ് വിത്ത് ദ 7 of Pentacles എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. ഗ്രേറ്റ്. സോ
ഇൻ ഹോൾ ഈ റീഡിങ്ങിൽ എനിക്ക് മനസ്സിലാവുന്നത് കറൻ്റ്ലി നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളും അതർ പേഴ്സണ് തോന്നി ഓക്കെ അത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതൊരു ബ്രേക്കപ്പിൽ എൻഡ് ചെയ്യാനുള്ള ചാൻസസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന ന്യൂ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ സോൾമേറ്റ് വിത്ത് ദ കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി. അതായത് ഹൈലി സ്റ്റേബിളായിട്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ആ പേഴ്സണായിട്ട് നിങ്ങൾ ഡീപ്ലി കണക്റ്റഡ് ആവാനും അതൊരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ടേക്ക് പോകാനും ആൻഡ് അത് നല്ല രീതിയിൽ വളർച്ചയിലേക്ക് എത്താനും ഒക്കെയുള്ള ചാൻസസ് ആണ് വിത്ത് ദ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി എനിക്ക് കാണാൻ പറ്റുന്നത്. ഗ്രേറ്റ്. So that's about people who have chosen pile number 1. And characteristics പറയുകയാണെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റിൻ്റെ ഹിൽ ബി സമൺ മെച്യൂർ, അതായത് 30s അബോവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആവാൻ ചാൻസസ് ഉണ്ട്. വെൽ ബിൽഡിനെക്കാട്ടിലും ഒരു സോഫ്റ്റ് ബിൽഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആകാനുള്ള ചാൻസസ്, ജിം അങ്ങനെയൊക്കെ അതിനെക്കാട്ടിലും കൂടുതലും ഐ തിങ്ക് ഒരു സോഫ്റ്റ് ബിൽഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഹി വിൽ ബി ഇൻ്റലിജൻറ്റ്, നല്ല ഇൻ്റലിജൻസ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും. ആൻഡ് പല കാര്യങ്ങളെ പറ്റിയിട്ടും ഡീപ്പായിട്ട് നോളജും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു പേഴ്സൺ. ആൻഡ് ഫുൾ കാർഡിൽ ഐ തിങ്ക് ഹി വിൽ ബി സ്പോണ്ടേനിയസ്. അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഡേറ്റിന് ചോദിക്കാനോ പിടിക്കാനോ ഒന്നും ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് അപ്രോച്ച് ചെയ്ത് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ. ആൻഡ് വിത്ത് 7 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് ഇറ്റ് ഈസ് അബൌട്ട് ഗ്രോത്ത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിളാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ. ആ ഒരു എനർജിയാണ് വിത്ത് 7 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് എനിക്ക് കാണുന്നത്. So that is about the reading for people who have chosen pile number 1. നമുക്കിനി അടുത്തതായിട്ട് പൈൽ നമ്പർ 2 ചൂസ് ചെയ്ത ആൾക്കാർക്ക് എന്തൊക്കെയാണ് മെസ്സേജസ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. So the first card is 7 of Wands energy. ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. സ്പിരിച്വലി ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. ഒരുപാട് കാര്യത്തിനെ പറ്റി നല്ല ഡീപ്പ് നോളജ് ഉണ്ടാവും, സ്പിരിച്വൽ നോളജ് ഉണ്ടാവും. നിങ്ങളെ കംപ്ലീറ്റ്ലി എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നെഗറ്റീവ് എനർജീസിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് ആ ഒരു പേഴ്സൺ അറിയായിരിക്കും. ആൻഡ് നിങ്ങളൊരു അൾട്ടിമേറ്റ് പ്രൊട്ടക്ഷനിൽ വെക്കാനും നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ സോൾമേറ്റ്. നെക്സ്റ്റ് ഐ സി 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇവരുടെ ജോബിൽ ഹൈലി റെസ്പെക്റ്റഡ് ആയിരിക്കും. ആൻഡ് ഈ ഒരു പേഴ്സൺ തന്നെ ആ ജോബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവരെ അപ്രോച്ച് ചെയ്യുന്ന പോലെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ആൻഡ് ഹീൽ ബി അല്ലെങ്കിൽ ഷീൽ ബി ഒരു സ്റ്റാർ. അതായത് എവറിബഡി വോണ്ട് ടു ബി ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ദിസ് പേഴ്സൺ. ആൻഡ് ഈ ഒരു പേഴ്സണായിട്ട് എല്ലാവർക്കും റിലേഷൻഷിപ്പിലാവാനും ഈ ഒരു പേഴ്സണെ മാരേജ് ചെയ്യാനും ഒക്കെ താല്പര്യം ഉണ്ടാവും. ദാറ്റ് മീൻസ് ഷീ ഈസ് ഒരു നല്ല ഒരു കൈൻഡ് സോൾ, അല്ലെങ്കിൽ എല്ലാവർക്കും ലവബിൾ ആയിട്ടുള്ളൊരു സോൾ ആയിരിക്കും. ദാറ്റ് പേഴ്സൺ വിൽ ബി സമ്മൺ ഹു ടേക്ക് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള, ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ടില്ല, അല്ലെങ്കിൽ വീട്ടിലത്തെ റെസ്പോൺസിബിലിറ്റി ഒന്നിക്കുക അവരുടെ തലയിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു ലീഡർഷിപ്പ് പൊസിഷനിലിരിക്കുന്ന ഒരു പേഴ്സൺ കൂടെ ആയിരിക്കാം. ആൻഡ് ലൈഫിൽ പലപ്പോഴും ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ. സോ വിത്ത് 10 ഓഫ് സോർഡ്സ് എനർജി ഐ സീ ദാറ്റ് ഓൾസോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് വന്നിട്ട് ഓക്കെ ഐ ലവ് യു എന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഓക്കെ നിങ്ങളുടെ ആ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എക്സ്പ്രസ് ചെയ്യണം എന്നില്ല. ഹീൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം, അല്ലെങ്കിൽ ഷീൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ടു ഗിവ് യു ആൻ ആൻസർ. ആൻഡ് 6 ഓഫ് കപ്സ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പം, ഈ ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലെ അറിയാമെന്ന് നിങ്ങൾക്ക് തോന്നാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് എനിക്ക് കുറേ നാളായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് തോന്നാം. സോ നിങ്ങളുടെ സോൾമേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്.
ആൻഡ് ഈ ഒരു പേഴ്സണെ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചാൽ പോലും അവർ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോവില്ല. സോ അതേപോലെ ഉള്ളൊരു കണക്ഷനാണ്. നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ടും ഒരുപാട് വർഷങ്ങളായിട്ടും നിങ്ങൾക്ക് അറിയുന്ന പോലെ തോന്നുന്ന ഒരു പേഴ്സൺ. ആൻഡ് ഐ സീ ദ സൺ കാർഡ്. So sun card, it is basically about new beginning, new love, new person into your life. അവർ കാരണം നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ഉണ്ടാവും. സൺ കാരണം ഒരുപാട് സക്സസ് ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഇടയ്ക്കൊരു ഷോർട്ട് ടെമ്പേർഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷോർട്ട് ടെമ്പേർഡായിട്ട് ചിലപ്പം ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസൊക്കെ പെട്ടെന്നായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത്. സോ ആ ഒരു കൈൻഡ് ഓഫ് എനർജി ഉണ്ട്. അതർവൈസ് ദിസ് പേഴ്സൺ ഇസ് പെർഫെക്റ്റ്. സോ നിങ്ങളുടെ ലൈഫിലുള്ള ഇപ്പോൾ കറൻ്റ്ലി ഉള്ള പേഴ്സൺ എനിക്ക് തോന്നുന്നത് അതൊരു സോൾമേറ്റ് എനർജി തന്നെയാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് എങ്ങനെയായാലും ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു പേഴ്സണുള്ള റിലേഷൻഷിപ്പ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ആൻഡ് ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണമെന്നും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോയി അതൊരു സക്സസ്സിലേക്ക് എത്തിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിലുള്ളതെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഐ സീ ഫ്രീ സ്പിരിറ്റ്. അതായത് ഹാപ്പി ഗോ സ്പിരിറ്റ് ആയിരിക്കും, സ്പിരിച്വൽ ആയിരിക്കും, ഒരുപാട് ദൈവവിശ്വാസവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും. അവരുടെ ജോബിൽ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. ആൻഡ് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നൊരു പേഴ്സൺ ആയിരിക്കും. വെൽ ബിൽറ്റ് ആയിരിക്കും. യോഗ, മെഡിറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു യങ് സോളാണ്. അതായത് ഇവൺ ഡോ ഹി ഈസ് അല്ലെങ്കിൽ ഷീ ഈസ് ഒരു നല്ല ഏജ്ഡ് ആണെങ്കിലും ചിലപ്പം ഒരു ഫ്രീ, ഒരു ഹാപ്പി അല്ലെങ്കിൽ ഒരു യങ് ഏജ് കാണിക്കുന്ന പോലെയുള്ള ഒരു ഇന്നസെൻസ് ഒക്കെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ അഡ്വഞ്ചറായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളൊരു പേഴ്സൺ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ സോൾമേറ്റ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ഫോർ പീപ്പിൾ ഹു ഹാവ് ചൂസൺ പൈൽ നമ്പർ 2. അടുത്തതായിട്ട് നമുക്ക് പൈൽ നമ്പർ 3 ചൂസ് ചെയ്ത ആൾക്കാരുടെ സോൾമേറ്റ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. So for people who have chosen pile number 3, I see the world card. So ഈ ഒരു പേഴ്സൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റും റിവോൾവ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം. ഐ തിങ്ക് ഈ ഒരു പേഴ്സൺ എപ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ചോദിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ഒപ്പീനിയൻ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. വിത്ത് ദ വേൾഡ് കാർഡ് ഐ സീ ദാറ്റ്. ആൻഡ് ഐ സീ എ ലോട്ട് ഓഫ് ട്രാവൽ. നിങ്ങളുടെ കൂടെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഈ ഒരു പേഴ്സൺ പ്ലാൻസ് ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു പേഴ്സൺ എപ്പോഴും കുറേ ഭാഗം ട്രാവൽ നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യാനായിരിക്കും ആഗ്രഹം. നെക്സ്റ്റ് ഐ സീ ദ 5 of Cups. സോ 5 of Cupsൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ പാസ്റ്റ് ലൈഫിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. മേ ബി റിലേഷൻഷിപ്പിൽ അവർക്ക് ഒരുപാട് ബ്രേക്കപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് വിത്ത് ദ 5 of Cups എനർജി. ഐ സീ ദാറ്റ്. സോ അത് കഴിഞ്ഞിട്ട് നിങ്ങളുമായിട്ട് വരുന്ന ഒരു റിലേഷൻഷിപ്പ്. ആൻഡ് സോ നിങ്ങളവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വിത്ത് 5 of Cups എനർജി. സോ അവർക്ക് ഒരുപാട് ഓൾറെഡി റിലേഷൻഷിപ്പ് വൈസ് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇൻ പാസ്റ്റ് ലൈഫ്. ആൻഡ് ഈ ഒരു ലൈഫിലാണെങ്കിലും അവർ റിലേഷൻഷിപ്പ് അത്രയ്ക്കും നല്ലതായിരുന്നിരിക്കില്ല. അവർ ആ ഒരു ഫോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഏരിയ എപ്പോഴും അവർക്കൊരു സ്ട്രഗിളിങ് ഫേസ് ആയിരിക്കും. സോ നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോൾ ദേ മേ ഫീൽ ദാറ്റ് ദിസ് ഈസ് ദ പേഴ്സൺ ദാറ്റ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ, അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത് എന്നൊക്കെ തോന്നാൻ ഉള്ള ചാൻസസ് ആണ് വിത്ത് 5 of Cups എനർജി. നെക്സ്റ്റ് ഐ ഹാവ് ദ കിങ് ഓഫ് കപ്സ് എനർജി. സോ ഇതിനകത്ത് ഒരുപാട് സ്നേഹമുള്ള, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് തോന്നുന്ന ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതായത് ഇറ്റ്സ് എ കിങ് ഓഫ് കപ്സ് എനർജി, ദ മെയിൽ എനർജി, ബട്ട് സ്റ്റിൽ ഹി വിൽ ബി സോ എക്സ്പ്രസീവ്. അതായത് ഞാനൊരു മെയിൽ
പേഴ്സണാണ്, അതുകൊണ്ട് ഞാൻ കരയാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ സോഫ്റ്റ് ആവാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കാണിക്കുക. അല്ലെങ്കിൽ ഹി വിൽ ബി ക്രൈങ് ഇൻ ഫ്രണ്ട് ഓഫ് യു, അല്ലെങ്കിൽ അത്രയും സോഫ്റ്റായിട്ട് ഇമോഷണലായിട്ട് നിങ്ങളുടെ മുന്നിൽ ഏത് ഇമോഷനും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ നിങ്ങളോട് തുറന്ന് ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആൻഡ് ഒരുപാട് ലവ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും വിത്ത് ദ കിങ് ഓഫ് കപ്സ് എനർജി. ദ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി. ഇതിൽ ഫീമെയിൽ എനർജി കുറച്ചൊരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു പേഴ്സൺ ആയിരിക്കും. ആ ഒരു പേഴ്സണ് ഷീ വിൽ ഫൈറ്റ് ഫോർ ഹെർ റൈറ്റ്സ്. എന്താണ് അവരുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അവർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് നിങ്ങളുടെ അടുത്ത് എന്തായാലും വഴക്കുണ്ടാക്കി ആയാലും അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ദ ക്വീൻ ഓഫ് സോർഡ്സ് എനർജി. സോ നെക്സ്റ്റ് ഐ സി ദ 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി. ഇതിലുള്ള നിങ്ങളുടെ സോൾമേറ്റ് എപ്പോഴും മണി സേവ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെങ്കിലും ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ഹാർഡ് വർക്ക് വേണമെങ്കിലും ചെയ്യാൻ റെഡി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും വിത്ത് ദ 5 ഓഫ് പെൻറ്റക്കിൾസ് 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി. ആൻഡ് ഫൈനൽ കാർഡ് ഇസ് 3 ഓഫ് വാൻഡ്സ് എനർജി. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എത്ര ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനും തയ്യാറായിരിക്കും. നിങ്ങൾക്കൊരാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വിൽ ബി ദെയർ. ആ ഒരു പേഴ്സൺ എന്ത് കാര്യം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ റെഡി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ സോൾമേറ്റ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതിലും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പലരിലും റിലേഷൻഷിപ്പിലാണ്. ഹാഫ് ഓഫ് യു ഈസ് ഇൻ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സോൾമേറ്റ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഈ 5 ഓഫ് കപ്സ് ഉള്ള ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഫേസ് കഴിഞ്ഞിട്ട് ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് അതർവൈസ് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സോൾമേറ്റ്. അവരെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. മെയിലാണെങ്കിൽ ഒരുപാട് സോഫ്റ്റായിട്ട് ഒരുപാട് നിങ്ങളുടെ അടുത്ത് എല്ലാ ഇമോഷൻസും എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം എക്സ്പോസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പേഴ്സൺ. ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾ അവരുടെ ഭാഗത്ത് റൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത് അത് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. ആൻഡ് സോ ഐ തിങ്ക് ഇതും ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ്, ലൈക്ക് ഫോർ പീപ്പിൾ ഹു ഹാവ് സെലക്റ്റഡ് ഫയൽ നമ്പർ 2. ബട്ട് ഇതിൻ്റെ അകത്ത് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ കൂട്ടാനുണ്ട് ആൻഡ് ഫ്രം ദ ഫീമെയിൽ സൈഡ് ഐ തിങ്ക്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സോൾമേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അതിനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഹെൽപ്പ് മീ ഗ്രോ. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ സേഫ്.